ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഇത്തവണ 2 ദളിത് സ്ഥാനാർത്ഥികൾ തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിന്റെ ജയം ഉറപ്പാക്കിയിട്ടുണ്ട്. NDA സഖ്യകക്ഷികൾക്ക് പുറമെ JDU, ബിജു ജനതാദൾ ഉൾപ്പെടെ 8 പാർട്ടികളുടെ കൂടി പിന്തുണ ഉറപ്പാക്കിയ രാംനാഥ് കോവിന്ദിന് 62% വോട്ടുകൾ നേടാനാകും. പൊതുപ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ മീരാകുമാറിന് 38% വോട്ടുകൾ മാത്രമേ ഉറപ്പിക്കാനായിട്ടുള്ളൂ. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് വോട്ടെടുപ്പ്. ജൂലൈ 20-ന് 11 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. കഴിഞ്ഞ ദിവസം വൈകിട്ട് BJPയും കോൺഗ്രസും സ്വന്തം രാഷ്ട്രപതി സ്ഥാനാർത്ഥികളുമായി പ്രത്യേകം യോഗം ചേർന്നിരുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനവും ഇന്ന് ആരംഭിക്കും. സമ്മേളനത്തിനു മുമ്പായി സ്പീക്കറും സർക്കാരും പ്രത്യേകം സർവകക്ഷി യോഗങ്ങൾ വിളിച്ചിരുന്നു. ജമ്മു കശ്മീർ, ബംഗാൾ എന്നിവിടങ്ങളിൽ നടന്ന സംഘർഷം, ഗോരക്ഷയുടെ പേരിൽ നടന്ന കൊലപാതകങ്ങൾ, ഇന്ത്യ-ചൈന പ്രശ്നം തുടങ്ങിയ വിഷയങ്ങൾ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കും എന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.